ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൂർ പുകയുടെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഏത് വിധേനയും ശ്രീകാന്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രയാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്ര രവിയേട്ടനോടായിട്ട് പറയുകയാണ്, രവിയേട്ട, എൻ്റെ മകൻ ശ്രീകാന്തിനെ എനിക്ക് കാണണം. അവനെ ഞാൻ 10 മാസം ചുമന്ന് പെറ്റതാണ്. പിന്നെ ബാക്കി എല്ലാവരും 20 മാസമല്ല ചുമന്ന് പെറ്റത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് സച്ചി വീണ്ടും രവിയോടായിട്ട് പറയുകയാണ്, അച്ഛ, ഇവരുടെ ചതിയിൽ അച്ഛൻ വീഴരുത്. ആഹാ, കൂട്ടിന് വേറെ ആളെയും കൂട്ടിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഭാമയെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ശ്രീകാന്തിന്റെ ഭാര്യയില്ലേ, അവളിത് തൻ്റെടിയാണെന്നറിയാം അച്ഛ. അവനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാല് തല്ലി ഓടിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും രവി രേവതിയെ നോക്കുകയാണ് കേട്ടോ. അന്നേരം റെസ്റ്റോറൻറ്റിൽ പോയതും അവിടെ വെച്ച് ശ്രീകാന്തിനെ കണ്ടതും സച്ചിയും ശ്രീകാന്തും തമ്മിലുണ്ടായ വാക്കേറ്റവും എല്ലാം തന്നെ രേവതി വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേ ചന്ദ്രവേഗം സച്ചിയോട്, ഓഹോ, നിന്റെ സ്വഭാവം നീ അവളുടെ അടുത്തും കാണിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേഗം രേവതി, അച്ഛ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നീ ഒന്നും പറയണ്ട എന്ന് ചന്ദ്ര മറുപടി പറയുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ രേവതിയോടായിട്ട് രവി പറയുകയാണ്, മോളെന്താ, മോൾ പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് ശ്രീകാന്തിനെ കണ്ട സമയത്ത് ശ്രീകാന്തിനും വർഷയ്ക്കും ഇങ്ങോട്ടേക്ക് വരണം താല്പര്യം ഉണ്ടായിരുന്നു വെച്ചാൽ അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലേ. കല്യാണത്തിൻ്റെ സമയത്ത് എന്നെ പറ്റിച്ചിട്ട് പോയ അച്ഛൻ്റെ മകനോട് ക്ഷമിക്കാൻ അച്ഛന് സാധിച്ചില്ലേ, പിന്നെ ഈ ശ്രീകാന്തിനോട് ക്ഷമിക്കാൻ അച്ഛന് സാധിക്കും എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്ക് രേവതി, രേവതി പറയുന്നതാണ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയാണ്, ഓ, കാര്യം കാണാൻ നേരത്ത് ഇപ്പം ഇവിടെ നല്ലവളായാലേ അവർക്ക് എന്തും പറയാലേ എന്ന് പറയുകയാണ് കേട്ടോ. ഇതിനിടയിൽ സച്ചി പറയുന്നുണ്ട്, ഒരിക്കലും കേൾക്കരുത് അച്ഛാ, ഇവരുടെ ആരെയും വലയിൽ അച്ഛൻ വീഴരുത്. അച്ഛനെയും നമ്മുടെ ഈ കുടുംബത്തെയും അത്രയേറെ നാണം കെടുത്തിയതാണ് അവനൊരിക്കലും ഈ വീട്ടിലേക്ക് കയറ്റരുത് അച്ഛാ. മാത്രമല്ല മധുസൂദൻ പറഞ്ഞ അച്ഛൻ ഓർക്കുന്നില്ലേ, അവക്കടെ പണം കണ്ടിട്ടാണ് നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ട് അവളോട് പ്രണയിക്കാൻ പറഞ്ഞതെന്നൊക്കെ. അതെല്ലാം ശരിയാണെന്ന് നാട്ടുകാർ വകവയ്ക്കും എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും കരുതില്ല അച്ഛാ, അച്ഛനെ എല്ലാവർക്കും അറിയാം, അച്ഛൻ നല്ല മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അച്ഛൻ മനസ്സ് കാണിച്ചത് എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും രവി പറയുന്നുണ്ട്, മോളെ രേവതി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ ഒരിക്കലും എനിക്ക് അവരോട് ക്ഷമിക്കാനാവില്ല. എൻ്റെ മനസ്സിന് അത്രയും മുറിവേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കേട്ടോ. ഇവർ പോയി പുറകെ തന്നെ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ, ഒരിക്കലും നിന്റെ മകൻ ശ്രീകാന്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരില്ല, ആ ഒരു മോഹം നീ മറന്നേക്ക് എന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിലോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലും. ഇതേ സമയം ശ്രീകാന്ത് ആകട്ടെ റെസ്റ്റോറൻറ്റിൽ ഏട്ടൻ സച്ചി തന്നോട് പെരുമാറിയ രീതിയെക്കുറിച്ചൊക്കെ ആകെ വിഷമത്തിലാണ് കേട്ടോ. അന്നേരമാണ് അങ്ങോട്ടേക്ക് വർഷ വരുന്നത്. വർഷ ഭക്ഷണം കഴിക്കാണ്ട് വിളിക്കാനായിട്ട് വരുന്നതാണ് കേട്ടോ. ശ്രീകാന്തിന് വിഷമം കാണുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിലുണ്ടായ സംഭവം അതുപോലെ തന്നെ വീട്ടുകാരെ പിരിഞ്ഞിരിക്കുക എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യമാവുകയാണ്. കാരണം വർഷയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണല്ലോ. വർഷയ്ക്ക് അവളുടെ ജീവിതം, അച്ഛനും അമ്മയും ആരും തന്നെ അവർക്കൊരു വകയില്ല. അതുകൊണ്ട് തന്നെ വർഷ പറയുന്നുണ്ട്, നമുക്ക് ആരും വേണ്ട ശ്രീകാന്ത്, നീയും ഞാനും നിൽക്കുന്നതാണ് നമ്മുടെ ലോകം. പിന്നെ നിനക്ക് അച്ഛനെ അമ്മയെ കാണുന്നതാണെങ്കിൽ നീ നിൻ്റെ വീട്ടിലേക്ക് പോയി അച്ഛനെ അമ്മയെ കണ്ടിട്ട് തിരിച്ചു പോരെ, നമ്മുടെ വീട് ഇതാണ്, നമ്മുടെ ലോകം ഇതാണ് എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ, എനിക്കതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. നമുക്കൊരു കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അവർ നമ്മളെ വേണ്ടായെന്ന് പറഞ്ഞാൽ നിനക്കത് അംഗീകരിക്കാനാവുമോ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്താ, 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്ന് വർഷ പറയാൻ കേട്ടോ. എന്നാൽ ഇതൊന്നും ഉൾക്കൊള്ള ശ്രീകാന്തിനാവുന്നില്ല. ശ്രീകാന്ത് അച്ഛനെയും അമ്മയും ഏട്ടനെ പറ്റിയെ കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, നിന്റെ ഏട്ടൻ സച്ചേനുള്ള വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല, അയാളൊരു ആൽക്കഹോളിസ്റ്റാണെന്ന് നീ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അയാളെ അംഗീകരിക്കാനും സാധിക്കില്ല. അങ്ങോട്ടേക്ക് പോകണമെന്നൊരാഗ്രഹം നിനക്കുണ്ടെങ്കിൽ അത് മറന്നേക്ക് ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അവിടെ നിന്ന് വഴക്കിട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയം പാർക്കിൽ സുധി തൻ്റെ കൂട്ടുകാരനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. സുധിയെപ്പോലെ തന്നെ ജോലിയില്ലാത്തൊരു കൂട്ടുകാരൻ അവിടെ ഉണ്ടല്ലോ. അയാൾ ഒരു കോള് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് പറയാണ്, നീ എത്ര നാളെ എന്നെ പറ്റിക്കുന്നു, ഇനിയും എൻ്റെ പൈസ നീ തന്നില്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറി ഞാൻ തല്ലും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധി ചോദിക്കുന്നുണ്ട്, ബ്രോയ്ക്ക് പൈസ ഒരാൾ ആരാണെന്ന് മനസ്സിലായി, അപ്പോൾ ഞാനൊരു 10 മാസത്തെ പലിശ മുടങ്ങിക്കഴിഞ്ഞാൽ എന്നോടും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തീർച്ചയായും ബ്രോ എൻ്റെ പലിശ മുടക്കിക്കഴിഞ്ഞാൽ ഞാൻ തല്ലത് മാത്രമല്ല കൊന്നിരിക്കും എന്നൊക്കെ സുധിയുടെ കൂട്ടുകാരൻ പറയാണ് കേട്ടോ. ഇതേ സമയം തന്നെയാണ് പാർക്കിലേക്ക് നവീനെ കാണാനായിട്ട് സുധിയും എത്തുന്നത്. മീരയും കൂട്ടിനുണ്ട്. മീരയാണ് നവീന് കൊടുക്കാനുള്ള പൈസ സുധിക്ക് സംഘടിപ്പിച്ചുകൊണ്ട് വരുന്ന വ്യക്തി. അപ്പോൾ ഇവർ പാർക്കിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സുധിയുടെ കൂട്ടുകാരനും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഇരുവരും തമ്മിൽ പരസ്പരം കാണുന്നില്ല കേട്ടോ. അതിനുശേഷം മീരയും ശ്രുതിയും കൂടെ കൂടിയിട്ട് നവീനെ പോയി കാണുകയും പൈസ കൊടുത്തിട്ട് ഇതോടുകൂടി എല്ലാ ചാപ്റ്ററും ക്ലോസ് ചെയ്തു എന്ന രീതിക്ക് സംസാരിക്കുകയാണ് കേട്ടോ. അന്നേരം നവീൻ പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് പണം തരാതിരിക്കാൻ പറ്റില്ല കല്യാണി, കാരണം നിന്റെ വിവാഹം കഴിഞ്ഞാൽ നിനക്കതിൽ കുഞ്ഞുണ്ടെന്നുള്ള സത്യം
എന്നൊക്കെ നവ്യ പറയുകയാണ്. അന്നേരം മീര വേദന പറയുന്നത്, നിനക്ക് നാണമല്ലേടാ, ഒരു നാണമില്ലേടാ ഒരു പെണ്ണിനോട് ഇങ്ങനെ പെരുമാറാൻ, ജോലി എടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ പറയാണേ. ഇനി മേല ശ്രുതിയെ പൈസ ചോദിച്ചു വിളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നവീൻ അത് വകവെക്കുന്നില്ല. എന്നിരുന്നാലും ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രുതിയാകട്ടെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ച് നേരെ തലതിരിച്ച് നോക്കുന്നത് ശ്രുതിയുടെ മുഖത്തേക്കാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്നാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.